ആ സ്ത്രീ ഞങ്ങളുടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നത് ഞങ്ങൾ കണ്ടു. തൊട്ടടുത്തായിട്ടുള്ള ക്യാബിനിലേക്കാണ് അവൾ പോയത്. അവൾ നടക്കുകയായിരുന്നോ അതോ ഇഴയുകയായിരുന്നോ എന്ന് വ്യക്തമല്ല. വിരിപ്പുകൾക്കിടയിൽ നിന്നും അവൾ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചിരിക്കുന്നു. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ കട്ടിലിലേക്ക് വലിഞ്ഞു കയറിയ അദൃശ്യ ശരീരം ശരിക്കും എൻ്റെ ശരീരത്തിന് മുകളിലേക്കാണ് കയറിയത്. എൻ്റെ സാന്നിധ്യം അതറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു ശരീരം പുതപ്പിനുള്ളിൽ തടിച്ചു വീർത്തിരുന്നു. എനിക്ക് രക്ഷപ്പെടണമായിരുന്നു. ഞാൻ പതുക്കെ എൻ്റെ ശരീരത്തെ കട്ടിലിനരികിലേക്ക് തള്ളി നീക്കി. തറയിലേക്ക് വീഴാനാണ് ഞാൻ ആഗ്രഹിച്ചത്. തികച്ചും അസാധാരണവും ഭീകരവുമായ ഈ അവസ്ഥയെ തരണം ചെയ്യാൻ ഞാൻ എൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കുകയായിരുന്നു. എങ്കിലും പ്രേതങ്ങളോടൊപ്പമാണ് ഞാൻ കിടക്കുന്നതെന്ന അറിവ് എൻ്റെ ഉൾക്കിടിലം വർദ്ധിപ്പിച്ചു. ചാന്ദ്രപ്രകാശം മുറിയിൽ അങ്ങോളം ഇങ്ങോളം വീണുകിടക്കുന്നു. ഞാനാകട്ടെ ഏകദേശം തറയിൽ തന്നെയാണ് കിടക്കുന്നത്. കട്ടിലിൽ അങ്ങേയറ്റത്ത് വയലറ്റ് മൂടിപ്പുതച്ച് കിടക്കുന്നു. എനിക്കവളുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാനാകുന്നുണ്ട്. എന്നാൽ ഞാൻ കട്ടിലിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കട്ടിലിൽ അവളെ കൂടാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ചാന്ദ്രപ്രഭ തലയിണയിൽ വീണുകിടക്കുന്നു. ചാന്ദ്രപ്രകാശത്തിൽ തലയിണ മഞ്ഞുപോലെ വെളുത്തിരിക്കുന്നു. കൂടുതലായി വ്യക്തമാക്കി തരാൻ മാത്രം അവിടെ യാതൊന്നും അവശേഷിക്കുന്നില്ല. അക്കാര്യം ഉറപ്പിച്ചു പറയാനാകും. എങ്കിലും കൂടുതൽ അടുത്തേക്ക് നീങ്ങി ആ തലയിണയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ശിരസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തലയിണ എപ്രകാരമായിരിക്കുമോ അതുപോലെ തന്നെ. അതെ, തലവെച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപസാദൃശ്യം തന്നെയായിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയങ്ങളും ബാക്കിയുണ്ടായിരുന്നില്ല. എൻ്റെ ചെവി ഒരിക്കലും എന്നെ ചതിക്കുന്നുണ്ടായിരുന്നില്ല. അത്ര അകലെയല്ലാതെ തന്നെ ബെഡ്ഷീറ്റുകൾ അനങ്ങുന്നതിൻ്റെയും ശ്വാസോച്ഛ്വാസം തിടുക്കപ്പെട്ട് ചെയ്യുന്നതിൻ്റെയും ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാം. ഒരു മനുഷ്യൻ ഉറക്കത്തിൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെ ഞാൻ നിശബ്ദനായി ആ തറയിൽ കിടന്നു. വയലറ്റാകട്ടെ തൻ്റെ കാൽമുട്ടുകളും കൈമുട്ടുകളും കാലിൻ്റെ ഉപ്പൂറ്റിയും ഉപയോഗിച്ച് കട്ടിലിൽ പതുക്കെ പതുക്കെ വശങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവൾ ഒരുവിധം തറയിലേക്ക് വീണു. പിന്നീട് ഉപ്പൂറ്റുകൾ നിലത്തുറപ്പിക്കാതെ വിരലുകൾ തറയിൽ പതുക്കെ അമർത്തി അവൾ എൻ്റെ അരികിലേക്കെത്തി. അല്പസമയത്തിനുള്ളിൽ ആ സ്ത്രീരൂപം വീണ്ടും കിടക്കയിലേക്ക് വന്നു. എൻ്റെ ഭാര്യ എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തു വന്നപ്പോൾ ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. നിനക്ക് അവളെ കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ എത്ര വിഡ്ഢിയാണ്! വയലറ്റ് എന്നോടാണ് ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞത് കട്ടിലിൽ കിടക്കുന്ന രൂപമായിരുന്നു. ആ രൂപം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. അത് മനുഷ്യനായാലും ശരി, പ്രേതമായാലും ശരി, എനിക്ക് കാണാനാവുന്നില്ല. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം വീണ്ടും മറ്റൊരു ശബ്ദം ഉയർന്നു കേട്ടു. എന്തൊരു വിഡ്ഢികളാണ് നമ്മൾ സ്ത്രീകൾ എല്ലാവരും! പമ്പര വിഡ്ഢികൾ തന്നെ. രണ്ടാമതായി ഉണ്ടായ ശബ്ദം നിരാശയും സങ്കടവും കലർന്നതായിരുന്നു. തികച്ചും അശരീരി പോലെ കടന്നു വന്ന ശബ്ദങ്ങളിൽ ഒന്ന് വളരെ അടുത്തു നിന്നുമായിരുന്നുവെങ്കിൽ മറ്റൊരു ശബ്ദം വളരെ അകലെ നിന്നുമാണ് എത്തിയത്. ഒരു ശബ്ദത്തിനാണെങ്കിൽ തീർത്തും നൈരാശ്യം കലർന്ന രീതിയായിരുന്നു. തലയ്ക്കു മുകളിൽ ഒരു മനുഷ്യൻ്റെ, അതും ഒരു പുരുഷൻ്റെ അളന്നു മുറിച്ച കാലൊച്ചകൾ വീണ്ടും ഉയർന്നു കേട്ടു. അതൊരു പുരുഷൻ്റെ കാലൊച്ചകളാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ സ്ത്രീരൂപം പുരുഷൻ്റെ കാലൊച്ചകളെ നന്നായി നിരീക്ഷിക്കുന്നത് പോലെ തോന്നി. അവൾ നിശബ്ദയായിരുന്നു. അവളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവളുടെ ദുഃഖസാന്ദ്രമായ ആ മാനസികാവസ്ഥ തികച്ചും ക്ഷണികമായിരുന്നു. ആർദ്രമായ എന്തെല്ലാമോ വാക്കുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും പുറത്തേക്ക് അവ്യക്തമായി വന്നുകൊണ്ടിരുന്നു. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ഞങ്ങളുടെ കിടക്കയിൽ മറ്റു രൂപങ്ങളൊന്നും കാണുന്നില്ല. അവളുടെ സാന്നിധ്യം മാത്രം അറിയാനാകുന്നുണ്ട്. മുകളിൽ നിന്നും പ്രതിധ്വനിച്ച കാലടികളും നിലച്ചു. ഭയാനകമായ നിശബ്ദത മാത്രം. വെള്ളത്തിൻ്റെ കളകളാരവം പോലും കേൾക്കാനില്ലാത്തത്ര നിശബ്ദത. ഞാനും ഭാര്യയും, ഞങ്ങൾ രണ്ടുപേരും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ
പ്രത്യക്ഷത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന കട്ടിലിലേക്ക് നോക്കിയിരുന്നു. അവൾ ഉറങ്ങിയിരിക്കുന്നു, വയലറ്റ് പറഞ്ഞു. അവളുടെ ശ്വാസോച്ഛ്വാസം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. എനിക്കവളെ കാണാനാകുന്നില്ലെങ്കിലും അവളുടേതാണെന്ന് ബോധ്യമാകുന്നുണ്ട്. കൊച്ചു കുഞ്ഞിനെ പോലെ തളർന്നു കിടന്നുറങ്ങുമ്പോഴുണ്ടാകുന്ന ശ്വാസോച്ഛ്വാസം തന്നെ. വയലറ്റ് പിറുപിറുക്കുന്നത് തുടർന്നു. എറിക്, ഇതെല്ലാം ഇത്രമാത്രം വിചിത്രമായിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. മനഃശാസ്ത്രകാരന്മാർ നിർവചിക്കേണ്ട ഒരു പ്രശ്നം. ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റെയർ ഇറങ്ങി എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ട്, അവൾ പറഞ്ഞു. ഞങ്ങളുടെ കേൾവിശക്തി ഞങ്ങളെ ചതിക്കുന്നില്ലെങ്കിൽ അതെ, അത് സത്യമായിരുന്നു. ഈ സമയമത്രയും മുകളിൽ നിന്നും യാതൊരുവിധ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മുകളിലൂടെ നടക്കുന്നതും സ്റ്റെയറിനു മുന്നിൽ എന്തോ ആലോചിച്ചിട്ടെന്ന വണ്ണം നിൽക്കുന്നതും, തുടർന്ന് വളരെ ശ്രദ്ധയോടെ ഓരോ പടികളും ഇറങ്ങി വരുന്നതിൻ്റെയും ശബ്ദം കേട്ടു. അയാളുടെ കാൽപ്പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ് അയാൾ എന്തെല്ലാമോ ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നതെന്ന്. കഴിയാവുന്നിടത്തോളം മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാതെ ശ്രദ്ധാപൂർവമാണ് അയാൾ ഓരോ കാലും എടുത്തു വയ്ക്കുന്നത്. ഇടയ്ക്കിടെ അയാൾ നിശ്ചലനായി നിൽക്കുന്നതും പിന്നെയും ഇറങ്ങുന്നതും കേൾക്കാം. വാതിലിന് പുറത്തുനിന്ന് അയാൾ ശ്രദ്ധിക്കുകയാണ്. അതയാൾ തന്നെയാണെന്ന് നമുക്കുറപ്പിക്കാം. അയാളുടെ നീക്കങ്ങൾ ഞങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് കിടന്നു. നമുക്ക് ഈ കട്ടിലിനടുത്ത് നിന്നും മാറി നിൽക്കാം. എൻ്റെ ഭാര്യ എന്നെ പിടിച്ചു വലിച്ചു. ആ മുറിയുടെ അങ്ങേ തലയ്ക്കൽ ഏകാന്തമായ കുറച്ചിടമുണ്ട്. ഒരു കർട്ടൺ ഉപയോഗിച്ച് അതിനും അപ്പുറത്തുള്ള ഭാഗം മറച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏതാനും തുണികൾ അവിടെ വച്ചിരുന്നു. അതാകട്ടെ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതുമല്ല. വയലറ്റ് എന്നെ വലിച്ചു കൊണ്ടുപോയത് ആ ഇരുണ്ട ഇടത്തിലേക്കാണ്. എന്നെ വലിച്ചു കൊണ്ടുപോകുകയായിരുന്നുവെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ഭാഗത്തു നിന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ല. അവൾ വലിക്കുന്നിടത്തേക്ക് ഞാൻ അനായാസേന നടന്നു നീങ്ങുകയായിരുന്നു. ആ ഏകാന്ത ഇടം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒളിക്കാൻ മാത്രം പര്യാപ്തമായിരുന്നില്ല. പാതി മറച്ച കർട്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിശബ്ദത കുറേ നേരം തുടർന്നു. പിന്നീട് കതകിൻ്റെ ഹാൻഡിൽ സാവധാനം തുറക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ കൈയുടെ സഹായമില്ലാതെ തന്നെ അത് തനിയെ തുറക്കുന്ന പ്രതീതിയാണുണ്ടായത്. എല്ലാ അർത്ഥത്തിലും ഞാൻ അത്ഭുത പരതന്ത്രനായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാക്രമണത്തിൻ്റെ ഇരയാകാൻ പോകുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഹൗസ് ബോട്ടിനുള്ളിൽ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാനതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അപ്പോഴാണ് തികച്ചും വിചിത്രമായ ഒന്ന് സംഭവിച്ചത്. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വിചിത്രമായൊരു ദൃശ്യത്തിന് എനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല. മുൻപ് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ചാന്ദ്രപ്രകാശം ക്യാബിനുള്ളിലേക്ക് പരന്നൊഴുകുന്നു. ആയതിനു കാരണം ക്യാബിൻ്റെ മേൽക്കൂരയ്ക്ക് സമീപമുള്ള ചുവരുകൾക്ക് ചുറ്റുമൊരു നീളമുള്ള ഇടുങ്ങിയ കിളിവാതിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ശുദ്ധവായു അകത്തേക്ക് കയറുന്നതിനും വെളിച്ചം യഥേഷ്ടം മുറിയിലേക്ക് എത്താനുമാണ് അങ്ങനെയൊന്നവിടെ സ്ഥാപിച്ചിരുന്നത്. അതിലെയാണ് ചന്ദ്രപ്രകാശം പരന്നൊഴുകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാബിനിൽ മറ്റ് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കതകിൻ്റെ ഹാൻഡിൽ സാവധാനം തുറക്കുന്നതിനൊപ്പം മുറിയിലാകമാനം എന്തോ അസാധാരണമായൊരു മാറ്റം അനുഭവപ്പെട്ടു. ഒരു തിയേറ്ററിനുള്ളിൽ സംഭവിക്കുന്നത് പോലെ പൊടുന്നനെ രംഗമെല്ലാം മാറിമറിയുകയായിരുന്നു. ആ ക്യാബിനിലെ മുഴുവൻ സ്ഥലവും പെട്ടെന്ന് പ്രകാശത്തിൽ കുളിച്ചു നിന്നു. ചാന്ദ്രപ്രകാശം മാഞ്ഞുപോവുകയും ചെയ്തു. ക്യാബിൻ്റെ ഒത്ത നടുക്കായി നല്ല പ്രകാശത്തിൽ കത്തി നിൽക്കുന്നൊരു വിളക്ക് തൂങ്ങിയാടാൻ തുടങ്ങി. ആ വിളക്കിൽ നിന്നും പുറത്തേക്ക് പ്രവഹിച്ച അസാധാരണമായ പ്രകാശത്താൽ ഞങ്ങളുടെ കണ്ണുകൾ അന്ധാളിപ്പിലായി. അങ്ങനെയൊരു വിളക്ക് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഉപയോഗത്തിനുണ്ടായിരുന്നത് കയ്യിലെടുത്തു കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ റാന്തൽ വിളക്കായിരുന്നു. അത് ആ മേശപ്പുറത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. തൂങ്ങിയാടുന്ന വിളക്കിൻ്റെ പ്രകാശം കൊണ്ട് മുറി മുഴുവനും മാറ്റപ്പെട്ടതുപോലെ. എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ പ്രതിഫലിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും ബോധ്യമാകുന്നില്ല. ഒന്നു മാത്രം മനസ്സിലാകുന്നു, മുറി മുഴുവനും അലങ്കരിക്കപ്പെട്ട പ്രതീതിയിലാണ്. ആ ക്യാബിൻ്റെ പ്രധാന ഇടങ്ങൾക്കൊന്നും
യാതൊരു മാറ്റവുമില്ല. എന്നാൽ അവയുടെ എല്ലാം സ്ഥാനം മാറിയിട്ടുണ്ട്. അതെല്ലാം ഏറ്റവും പുതുമയോടെയാണ് കിടക്കുന്നത്. വാട്ടർ ലില്ലിയുടെ ക്യാബിൻ പെയിന്റ് ചെയ്തിരുന്നത് നീലയും വെള്ളയും നിറങ്ങൾ ഉപയോഗിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ക്യാബിൻ്റെ നിറം ചോക്ലേറ്റും ഗോൾഡനും കലർന്നതായിരുന്നു. എറിക്, മോഹിനി ഇതുതന്നെയായിരുന്നു. ഇങ്ങനെയൊരു നിർദ്ദേശം ഉയർന്നു വന്നത് എൻ്റെ ഭാര്യയുടെ ചുണ്ടുകളിൽ നിന്നു തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഇംഗ്ലീഷിന് ഈ ബോട്ട് മോഹിനി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. 2 ക്യാബിനുകളും ഒന്നു തന്നെയായിരുന്നു. എന്നാൽ അതൊന്നു തന്നെ ആയിരുന്നുമില്ല. പണച്ചെലവൊന്നുമില്ലാതെ പെട്ടെന്നു തന്നെ ആ ക്യാബിൻ ആകെ തന്നെയും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ ക്യാബിനിൽ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന പല വസ്തുക്കളും ഞങ്ങളുടേതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സാധനങ്ങളൊന്നും തന്നെ അവിടെ കാണാനാകുന്നില്ലായിരുന്നു. വിചിത്ര രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചിതറിക്കിടക്കുന്നു. മേശപ്പുറം മുഴുവനും ഒരു കുപ്പത്തൊട്ടി പോലെ. ഞങ്ങൾ കിടന്നിരുന്ന കട്ടിലിനു പകരം ഇപ്പോൾ അവിടെ കിടക്കുന്നത് വിചിത്രമായ രൂപത്തോടെ കൊത്തിവെച്ചിട്ടുള്ള ഒരു കട്ടിലായിരുന്നു. ഞങ്ങൾ ഇതുവരെയും കിടന്നിരുന്ന ആ കട്ടിലിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കിടക്കുന്ന കട്ടിലിൽ ഞങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആരോ കിടന്നുറങ്ങുന്നു. ഭയവും അത്ഭുതവും അന്ധാളിപ്പും എല്ലാം നിറഞ്ഞ കണ്ണുമായി ഞാൻ ആ മുറിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കി ഒടുവിൽ വാതുക്കലേക്ക് കണ്ണു പായിച്ചു. അവിടെ അയാൾ നിൽക്കുന്നു. യാന്ത്രികമായിട്ടെന്ന വണ്ണം ഞാൻ പിന്നിലെ ഭിത്തിയിലേക്ക് ചാരി നിന്നുപോയി. വയലറ്റ് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വാതിൽ ഏതാനും ഇഞ്ചുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ആ ചെറിയ ദ്വാരത്തിനുള്ളിലൂടെ ഒരു മനുഷ്യരൂപം ഉടലെടുക്കുന്നു. ആ രൂപം അവിടെ നിശ്ചലനായി നിന്നുകൊണ്ട് എന്തോ സശ്രദ്ധം വീക്ഷിക്കുകയാണ്. കട്ടിലിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ ശ്വാസോച്ഛ്വാസമല്ലാതെ യാതൊരു ശബ്ദവും ഇപ്പോൾ അവിടെ കേൾക്കുന്നില്ല. എല്ലാം തനിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയ അയാൾ വാതിലുകൾ കൂടുതൽ തുറന്നിട്ടതിന് ശേഷം പതുക്കെ അകത്തേക്കു കയറി. ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെടാൻ സാധ്യതയില്ലെന്നു തന്നെയായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ അവൻ്റെ പരിസരത്തെക്കുറിച്ച് അവൻ കൂടുതൽ അജ്ഞനായിരുന്നുവെന്നൊരു തോന്നലായിരുന്നു എനിക്ക്. 5 അടി 6 ഇഞ്ച് ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. മെലിഞ്ഞതും ഇരുണ്ടതുമായ ശരീരം, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, നീളം കൂടിയതും ഇടുങ്ങിയതുമായ മുഖം. വസ്ത്രധാരണവും മൊത്തത്തിലുള്ള കാഴ്ചപ്പാടും വെച്ച് നോക്കിയാൽ ആളൊരു മാന്യനാണെന്നൊറ്റ നോട്ടത്തിൽ തോന്നിയേക്കും. ഇംഗ്ലീഷ് ബുഷ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ രൂപത്തിലേക്കാണ് ഞാൻ പെട്ടെന്ന് അയാളെ ഓർത്തെടുത്തത്. ഇംഗ്ലീഷ് പറഞ്ഞതുപോലെ ആ മനുഷ്യന് കുതിരകളുമായി നല്ല ബന്ധമുണ്ടായിരുന്നുവെന്ന് ആ ശരീരം കണ്ടാൽ തന്നെ ബോധ്യമാകുമായിരുന്നു. അകത്തേക്കു കടന്നു വന്ന അയാൾ ഏതാനും നിമിഷനേരം നിശബ്ദനായി എന്തോ ആലോചിച്ചിട്ടെന്ന വണ്ണം നിന്നു. അയാൾ നിന്നിരുന്നത് എൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. വേണമെങ്കിൽ എൻ്റെ കൈകൊണ്ട് അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കാം. എന്നാൽ എന്തുകൊണ്ടെന്നറിയത്തില്ല, അത്തരം ചിന്തകളിൽ നിന്നും ഞാൻ സ്വയമേ പിന്തിരിഞ്ഞു. അപ്പോഴും എൻ്റെ ചിന്തകൾ അബോധതലത്തിലുള്ളതായിരുന്നു. ഒരു സ്വപ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് ഞാൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവൻ്റെ ശ്രദ്ധ മുഴുവനും കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയുടെ മുഖത്താണ്. കുറേയേറെ നേരം അവൻ അവളെ നോക്കി നിന്നു. പിന്നീട് അവളുടെ സമീപത്തേക്ക് നടന്നു ചെന്നു. പൂച്ച നടക്കുന്നത് പോലെ പമ്മിയാണ് അവൻ നടന്നത്. ഒരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അവനെ അടിമുടി നോക്കി. അവൻ ചെരുപ്പോ ബൂട്ടോ ധരിച്ചിട്ടില്ല. എന്നാൽ സോക്സ് കാലിലുണ്ട്. അവൻ ഷൂ ധരിച്ചുകൊണ്ട് മുകളിലും സ്റ്റെയറിലും നടക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ പലതവണ കേട്ടിരുന്നതാണ്. ഒരു പക്ഷേ ഈ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാതുക്കൽ അതെല്ലാം ഊരിയിട്ടിട്ടുണ്ടാവണം. കട്ടിലിനടുത്തെത്തിയപ്പോൾ ഉറങ്ങിക്കിടന്ന ആ സ്ത്രീയുടെ മുഖത്തേക്ക് അവൻ കുനിഞ്ഞു നോക്കി. അവളുടെ ശ്വാസോച്ഛ്വാസം അയാളുടെ മുഖത്തേക്ക് തട്ടും വിധം തന്നെ അയാൾ അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു നിന്നിട്ട് പതുക്കെ മന്ത്രിച്ചു, "ഗർട്ടി." അവനൊരു നിമിഷം നിശ്ചലനായി നിന്ന് അവളെ ശ്രദ്ധിച്ചു. അവൾ പ്രതികരിക്കുന്നുണ്ടോ എന്നാണ് അവൻ ശ്രദ്ധിച്ചത്. മറുപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ നിവർന്നു നിന്നു. തുടർന്ന് അവൻ തൻ്റെ വലതുകൈ
നീളം കൂടിയ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്കിട്ടു. റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഒരു പിച്ചാത്തിയുറ പുറത്തെടുത്തു. അതിൽ നിന്നും ഒരു കത്തി വലിച്ചൂരി. നീളം കൂടിയതും വീതി കുറഞ്ഞതും വായ്ത്തല വെട്ടിത്തിളങ്ങുന്നതുമായിരുന്നു ആ കത്തി. ഏകദേശം 12 ഇഞ്ച് നീളം വരുന്ന ആ കത്തിയുടെ ഒരു ഭാഗവും എൻ്റെ കുഞ്ഞാം വിരലിൻ്റെ നീളത്തിനപ്പുറം വരികയില്ല. കത്തിയെടുത്തതിന് ശേഷം ഉറ ഇടതുകൈയിൽ പിടിച്ചു. വലതുകൈയിൽ കത്തി പിടിച്ച ശേഷം കൈ പിന്നിലേക്ക് മറച്ചു വെച്ചിട്ട് അയാൾ അവൾക്കു നേരെ കുനിഞ്ഞു. വീണ്ടും അയാൾ മുഖം അവളുടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് ഗർട്ടി എന്ന് പതുക്കെ വിളിച്ചു. അവൾ ഇപ്പോഴും പ്രതികരിച്ചില്ല. അയാൾ പതുക്കെ നിവർന്നു നിന്നു. എന്നിട്ട് തൻ്റെ പിൻഭാഗം കട്ടിലിനഭിമുഖമായി വരത്തക്ക വിധം തിരിഞ്ഞു നിന്നു. ഈ സമയം അയാൾ നോക്കിയിരുന്നത് ഞങ്ങൾക്കു നേരെയാണ്. അയാളുടെ മുഖം അത്രമാത്രം വൃത്തികെട്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മുഖഭാവം ദുഃഖാകുലമായി ഞങ്ങൾക്ക് തോന്നിയില്ല. എങ്കിലും ആ മുഖഭാവം പെട്ടെന്നു തന്നെ മാറി. ആ മുഖത്ത് നിശ്ചയദാർഢ്യം പോലെ എന്തോ ഒന്ന് സ്ഫുരിച്ചു നിന്നു. ഒരു വലിയ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു സവാരിക്കാരൻ്റെ മുഖത്ത് എന്തു വില കൊടുത്തും വിജയിക്കണമെന്ന് തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ, അതുതന്നെ. ഉറയിൽ നിന്നും ഊരി കയ്യിൽ വച്ചിരുന്ന കത്തിയും ഉറയും അയാൾ മേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ നിന്നിരുന്ന ഭാഗത്തേക്ക് സാവധാനം നടന്നു വന്നു. ഞാൻ ആദ്യം ചിന്തിച്ചത് അവസാനം അയാൾ ഞങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നു തന്നെയാണ്. എന്നാൽ അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞ ചില പ്രത്യേക ഭാവങ്ങളിൽ നിന്നും അയാൾ ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഞങ്ങളുടെ തൊട്ടടുത്താണ് വന്നു നിന്നത്. എന്നിട്ടും ഞങ്ങൾ 2 മനുഷ്യർ അവിടെ നിൽക്കുന്നത് അയാളിൽ യാതൊരു വികാരവും സൃഷ്ടിച്ചില്ല. അതെന്നിൽ അത്ഭുതമുണ്ടാക്കി. അയാൾ ഏതാണ്ട് ഞങ്ങളെ തൊട്ടില്ല എന്ന മട്ടിൽ നടന്നു നീങ്ങി. അയാൾ അങ്ങനെ ചെയ്തപ്പോഴുണ്ടായ കാറ്റ് ഞങ്ങൾക്ക് അസഹ്യമായി തോന്നി. ഞങ്ങളുടെ മുന്നിൽ ഏതാണ്ട് 2 അടിയോളം അകലത്തിൽ കിടന്നിരുന്ന കസേരയിൽ ഒരു വലിയ ബാഗ് ഇരിക്കുന്നു. അതെടുത്ത് അയാൾ മേശപ്പുറത്ത് കൊണ്ടുവന്നു വച്ചു. ബാഗ് തുറന്ന് അവിടെയുണ്ടായിരുന്ന സകലമാന സാധനങ്ങളും അയാൾ ബാഗിലേക്ക് കുത്തി നിറച്ചു. സ്ത്രീയും പുരുഷനും ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഉറങ്ങിക്കിടന്ന ആ സ്ത്രീ ഊരിയെറിഞ്ഞ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. കസേരയിലും കട്ടിലിലും തറയിലും കിടന്ന സാധനങ്ങളെല്ലാം അതിൽ കുത്തി നിറച്ചു. അവളുടെ ചെരുപ്പും കാലുറയും എടുത്തു വച്ചു. തുടർന്ന് അയാൾ ബ്രൗൺ നിറത്തിലുള്ള ഒരു ഓവർകോട്ട് കയ്യിലെടുത്തു. അത് കസേരയുടെ പിന്നിലേക്ക് മുമ്പ് വലിച്ചെറിഞ്ഞതായിരുന്നു. അതിൻ്റെ 2 പോക്കറ്റിലും കുറേയേറെ സാധനങ്ങൾ കൂടി കുത്തി നിറച്ചു. ഇപ്രകാരം തൻ്റെ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ക്യാബിനുള്ളിൽ ഫർണിച്ചറുകളല്ലാതെ വേറൊന്നും അവശേഷിച്ചിരുന്നില്ല. മുറിയുടെ മുക്കും മൂലയുമെല്ലാം ഒരിക്കൽ കൂടി നിരീക്ഷിച്ചതിനു ശേഷം ഒന്ന് മന്ദഹസിച്ചു. അയാളുടെ ഈ വക പ്രവൃത്തികളെല്ലാം വർദ്ധിച്ച അമ്പരപ്പോടെ ഞാനും വയലറ്റും ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്നു. അയാൾ തൻ്റെ മനസ്സിലുള്ളതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞുവെന്ന സംതൃപ്തിയോടെ മേൽക്കുപ്പായം എടുത്തണിഞ്ഞു. തലയിൽ തുണി കൊണ്ടുള്ള ഒരു തൊപ്പിയും വെച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും തൻ്റെ പിൻഭാഗം കട്ടിലിൽ കിടക്കുന്ന സ്ത്രീക്ക് അഭിമുഖമായി വരത്തക്കവണ്ണം നിന്നു. യാതൊരു മുന്നറിയിപ്പും അയാളിൽ നിന്നുണ്ടായില്ല. ആ സ്ത്രീയാകട്ടെ നല്ല ഉറക്കത്തിലും. അയാളുടെ ഓരോ ചലനങ്ങളും നിശബ്ദമായിട്ടായിരുന്നു. ഒരു ചെറു ശബ്ദം പോലും അവളെ ഉണർത്തിയേക്കുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്തോ ഒരു ഉൾപ്രേരണയാലെന്ന വണ്ണം അവൾ കണ്ണു തുറന്നു.